നോട്ട് പിൻവലിക്കൽ മൂലമുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ധനമന്ത്രി റോഡ് ഷോ അവസാനിപ്പിച്ച് ശമ്പളവും പെൻഷനും എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ദുരന്ത നിവാരണ പാക്കേജ് ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നോട്ട് പിൻവലിക്കലിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. മുൻകരുതൽ നടപടികൾ യഥാസമയം സ്വീകരിക്കാത്തതാണ് ശമ്പളവും പെൻഷനും മുടങ്ങാൻ കാരണമായതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങൾ 20-ാം തീയതി ആവശ്യമുള്ള നോട്ടിന്റെ ഇൻഡന്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കൊടുത്ത താമസമാണെന്നാണ് അറിയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നു. ധനമന്ത്രി ടി.എം. തോമസ് ഐസക് റോഡ് ഷോ നടത്താതെ അവധാനതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ധനകാര്യമന്ത്രി തന്റെ ഷോമാൻഷിപ്പ് അവസാനിപ്പിക്കണം. അദ്ദേഹം എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡ് ഷോ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിന് കാലേ കൂട്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് ചെന്നിത്തല പറഞ്ഞു. നരേന്ദ്രമോദി നോട്ടും പിൻവലിച്ചു, പിണറായി വിജയൻ അരിയും പിൻവലിച്ചു എന്നുള്ളതാണ് കേരളത്തിന്റെ സ്ഥിതി. സഹകരണ മേഖലയ്ക്ക് വേണ്ടി യോജിച്ചുള്ള സമരം എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞില്ലെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രമേശ് ചെന്നിത്തലയ്ക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. അപ്രസക്തനാകുന്നതിന്റെ ജാള്യം മറയ്ക്കാനാണ് ചെന്നിത്തല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ചെന്നിത്തലയുടെ നിലപാട് ബിജെപിയുടേതാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ന്യായീകരിക്കുകയാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് ബിജെപിയുടെ നിലപാടാണ്. കോൺഗ്രസ് കേരളത്തിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന അത്യധികം വിചിത്രമാണ്. പ്രത്യേകിച്ച് ഒരുമിച്ച് തന്നെ നിൽക്കണം, സമരം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു വന്ന് കണ്ടതിന് ശേഷം ഇന്നിപ്പോൾ ബിജെപി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്തിനെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും. അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. കൃഷിമന്ത്രി ശ്രീ വി.എസ്. സുനിൽകുമാർ, കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എം. ലിജു, ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് കുര്യൻ, മുൻ ഐ.ടി ഉപദേഷ്ടാവ് ശ്രീ ജോസഫ് സി. മാത്യു എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള.